ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പം നമ്മുടെ പുതിയ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ പനി പിടിച്ച ദിവസമായിരുന്നു. എനിക്ക് പനിയാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ബ്രഷെല്ലാം ചെയ്ത് ചായ വെക്കാൻ റെഡി ആയിട്ടോ. ഇന്നത്തെ പോലെ തന്നെ ഫസ്റ്റ് ചായയൊക്കെ ഉണ്ടാക്കാൻ റെഡി ആക്കിട്ടോ. അപ്പോൾ പാല് 1 ലിറ്ററോളം മേടിക്കുന്നുണ്ട്. അപ്പോൾ രാവിലേക്കും ഈവനിങ്ങും വെക്കാനും രണ്ടായിട്ട് മാറ്റും കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ കുറച്ച് ചായപ്പൊടി പഞ്ചസാര എല്ലാം ഞാൻ പാലിൽ തന്നെ ഒപ്പം മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ടാണ് ഗ്യാസിലാണ് വെക്കാൻ പോകുന്നത്. സെപ്പറേറ്റ് ആയിട്ടല്ല, പാലും വെള്ളവും ചായപ്പൊടി പഞ്ചസാര ഒരുമിച്ച് ചേർത്തേ വെക്കുന്നത് കേട്ടോ. പിന്നെ പാത്രമൊന്നും കഴിയില്ല കേട്ടോ. എനിക്ക് ആകെ പനി പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ചായയെല്ലാം ഉണ്ടാക്കിയിട്ട് വേണം പയ്യെ പാത്രമെല്ലാം ഇറക്കിയിട്ടൊന്ന് കഴുകാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കിടക്കത്തില്ല. നേരത്തെ തന്നെ പാത്രമൊക്കെ കഴുകി വെക്കായിരുന്നു കേട്ടോ. അമ്മ അതാ പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ചായ കുടിക്കാൻ എന്തായാലും ഒരു സ്നാക്സ് എന്തെങ്കിലും വേണം കേട്ടോ. അപ്പം അച്ഛൻ ഇന്നലെ വരുമ്പോൾ അടിപൊളി എരിവ് മിച്ചറ് മേടിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് ഈ മിച്ചറ് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. കൊച്ചുകളെക്കാളും മോശം കേട്ടോ. എനിക്ക് എന്തായാലും സ്നാക്സ് കഴിക്കുമ്പോൾ കുറച്ചെങ്കിലും എന്തെങ്കിലും സ്നാക്സ് വേണം. അപ്പം അച്ഛൻ മേടിച്ചു തന്നു. അപ്പം ഞാൻ ചായയും, അമ്മയ്ക്ക് മിച്ചറ വേണമെന്നൊന്നുമില്ല കേട്ടോ. അമ്മ റസ്ക് കൂട്ടി കഴിക്കുന്നത്, എനിക്ക് മിച്ചർ വേണം. അപ്പം ഞാൻ മിച്ചറും ഇങ്ങനെ ചായയും കൂടി കുടിക്കാമെന്ന് വെച്ചു കേട്ടോ. എനിക്ക് ആറ്റൊന്നും ഇഷ്ടമല്ല. എനിക്ക് ആ വെച്ചപാട് തന്നെ എങ്ങനെ കുടിക്കാനും ഇഷ്ടം. അമ്മയ്ക്ക് കുറച്ച് നന്നായി വെള്ളം പോലെ ആറ്റണം കേട്ടോ. അപ്പം നന്നായി ചെറുപിറകി നിങ്ങൾ ആറ്റി കൊടുത്തോട്ടോ. ഇത്തിരി ചൂടാറണം അമ്മയ്ക്ക്. ഹൗസൊക്കെ എണീച്ച് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ ചായ കുടി തുടങ്ങി കേട്ടോ. ഞാൻ ചായ കുടിക്കാൻ വേണ്ടി താഴെ ഇരുന്ന് കേട്ടോ. തറയിൽ താഴെ ഇരുന്നപ്പോഴാണ് നമ്മുടെ കോഴിമക്കൾ ഇതാ വന്നു കേട്ടോ. എന്ത് കഴിക്കുമ്പോൾ അങ്ങോട്ട് വന്ന് നിൽക്കാം. അപ്പം മിച്ചറൊക്കെ കുറച്ച് വാരി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അങ്ങനെ നെക്സ്റ്റ് പരിപാടി ഒന്ന് തുണിയൊക്കെ അലക്കാണ് കേട്ടോ. ഒത്തിരി ഡ്രസ്സ് ഉണ്ടായിരുന്നു. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഇന്നലെ ഡ്രസ്സൊന്നും അലക്കിയില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അങ്ങനെ ഡ്രസ്സെല്ലാം വിരിച്ചിടാൻ തുടങ്ങിയിട്ടോ. നല്ല വെയിലാണ് കേട്ടോ ഗൈസ്. കണ്ട മഴക്കാലമാണെന്നേ പറയത്തില്ല, അത്രയും നല്ല വെയിലുണ്ട് കേട്ടോ. ഡ്രസ്സെല്ലാം പെട്ടെന്ന് വെടിച്ച് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഇന്നലെ അടിച്ച് വിട്ടതാട്ടോ ഇന്നലെ ഈവനിങ്. പിന്നെ അങ്ങനെ അച്ഛൻ അടിപൊളി മാങ്ങ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പം അമ്മ അതെല്ലാം കീരി തന്നായിരുന്നു. എന്നിട്ട് അതിൽ കുറച്ച് മുളകുപൊടി ഉപ്പെല്ലാം ഇട്ട് അങ്ങോട്ട് കുലുക്കി വെക്കുക കേട്ടോ. കുറച്ച് പുളിപ്പ് ഉണ്ടെന്നല്ല ഒന്ന് കഴിച്ച് നോക്കിയിട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചത് കാലിയായ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിലുള്ളതെല്ലാം എടുക്കാമെന്ന് വെച്ചാൽ അതെടുത്ത് വേറെ എണ്ണയുണ്ട്. നെക്സ്റ്റ് പരിപാടി വന്നിട്ട് പൊടിപ്പൊട്ട് ഉണ്ടാക്കാൻ പോകട്ടോ. കുറ്റിപ്പൊട്ടില്ലേ, ആ പൊടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ പൊടിപ്പൊട്ടാകുമ്പോൾ പെട്ടെന്ന് ഒറ്റ പണിയോടെ കഴിഞ്ഞു വെച്ചാൽ എല്ലാം കൊണ്ട് മിക്സ് ആക്കിയിട്ട് അങ്ങനെ ആവി പിടിക്കത്തില്ലേ എന്നുപോലെയാണ് നമ്മൾ ആ ഒരു മോഡലാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. ആ കുറ്റിപ്പൊട്ടാണെങ്കിൽ 2-3 ട്രിപ്പ് വെക്കണ്ടേ. അപ്പോൾ ഇതാകുമ്പോൾ ഒത്തിരി ടൈമോ, എനിക്ക് വയ്യാത്തതുകൊണ്ട് ജോലി ചെയ്യാനൊക്കെ ഒത്തിരി ടൈമായിട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു ചീഞ്ചട്ടിയിലിട്ട് ഇത് കുതിർത്ത് വെക്കണം കേട്ടോ. ഒരു 15 മിനിറ്റോളം കുതിരാൻ വെക്കണം കേട്ടോ. അങ്ങനെ തരിതരിന്നുള്ള പൊടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ കുതിരാൻ വേണ്ടി വെച്ചായിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് അച്ഛൻ തേങ്ങ വെച്ച് തന്നായിരുന്നു കേട്ടോ. പിന്നെ വേഗം തേങ്ങയെല്ലാം അങ്ങനെ കിടകിടാനും ചെരുവിട്ടോ. തേങ്ങ ചെരുവാനും വയ്യാതെ പനി പിടിച്ച് കിടക്കാണ് ഗൈസ്. അങ്ങനെ തേങ്ങയും ചെരുവിയിട്ട് ഇതിൽ മിക്സ് ആക്കണം കേട്ടോ. കുറച്ചും കൂടി നന്നായിട്ടൊന്ന് ഇതായിട്ടുണ്ട് കേട്ടോ. മയം വന്നിട്ടുണ്ട്. ഇത് തരിതരുന്നുള്ള പൊടിയാണ്. അപ്പോൾ ഒരു 1/4 മണിക്കൂർ നമ്മൾ നനച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഇത് സോഫ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പൊടിയൊക്കെ അങ്ങോട്ട് സെറ്റാക്കി ഇതാട്ടോ. ഇഡ്ഡലി ചട്ടിയിൽ നമ്മൾ തട്ട് വെച്ചിട്ട് അതോട് വൈറ്റ് കളർ തുണി വെച്ചിട്ട് അതിലെല്ലാം ഇട്ടു കേട്ടോ. ഒറ്റ പണിയോടുകൂടി നമ്മുടെ പൊടിപ്പൊട്ട് ഇപ്പോൾ റെഡിയാകും കേട്ടോ. കുറ്റിപ്പൊട്ടാണെങ്കിൽ 8 ട്രിപ്പ് വെക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ പെട്ടെന്ന്. കുറ്റിപ്പൊട്ടാണെങ്കിലും 2-3 ട്രിപ്പ് വെക്കണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ വന്ന് വെച്ച് ഇതാണ് പെട്ടെന്ന് വെക്കാമെന്ന് തീരുമാനിച്ചു. എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ കുറച്ച് തേങ്ങ എടുത്തു കേട്ടോ ചമ്മന്തി അരയ്ക്കാൻ. അങ്ങനെ 4 പച്ചമുളക് ഇട്ട് ചമ്മന്തി തേങ്ങ ചട്നിയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി വിട്ടു വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട്. വെന്ത് കിട്ടും. ഇത് സോഫ്റ്റുള്ള പൊടിയാണ് കേട്ടോ. ഇത് നല്ല ഇത്തിരി ക്വാളിറ്റിയുള്ള പൊടിയാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്. നമ്മൾ പൊടിച്ചൊന്നുമല്ല കേട്ടോ, കടയിൽ നിന്ന് മേടിച്ചതന്നെ. പിന്നെ അങ്ങനെ നമ്മൾ ചട്നിക്ക് ഇങ്ങനെ കടുകൊക്കെ ചടപടിയെന്ന് പൊട്ടിച്ചു കേട്ടോ. അമ്മയ്ക്ക് അവിടെ വിശപ്പ് തുടങ്ങിയിട്ടോ. സമയം 10 മണി ആവാറായിട്ടോ. ഹൗസിനും വിശപ്പ് തുടങ്ങി. എനിക്ക് വയ്യാത്തതുകൊണ്ട് ആകെ പണിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് കിടക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് തേങ്ങ ചട്നി വേണമെന്ന് നിർബന്ധമില്ല. അമ്മയ്ക്കും ഹൗസിനും അച്ഛനും തേങ്ങ ചട്നി വേണം. പിന്നെ ഹൗസ് പറഞ്ഞു ഞാൻ എന്താണോ കഴിക്കുന്നത് അത് മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് മാവൂസിന് ഫസ്റ്റ് കൊടുത്തു കേട്ടോ. എനിക്ക് കഴിക്കാനേ വയ്യാതുകൊണ്ട് എനിക്ക് എടുത്തില്ല. മാവൂസിന് ഫസ്റ്റ് എടുത്തു കേട്ടോ. പിന്നെ അമ്മയ്ക്ക് എടുത്തു. മാവൂസ് പിന്നെ പഴം മതി എന്നൊക്കെ ആയിരുന്നു പറഞ്ഞ്. അപ്പോൾ പിന്നെ ഒരു പഴം മേടിച്ച് വന്നായിരുന്നു കേട്ടോ അച്ഛൻ. അപ്പോൾ പിന്നെ ഒരു പഴമൊക്കെ എടുത്തിട്ട് കുറച്ച് പഞ്ചസാര മേലെ ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. അടിപൊളിയല്ലേ പഞ്ചസാരയും പഴവും കൂടി ചേർത്ത് കഴിക്കാൻ. എനിക്ക് അങ്ങനെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമുണ്ട്. അപ്പോൾ അങ്ങനെ മാവൂസ് TV കാണായിരുന്നു. അപ്പോൾ മാവൂസിൻ്റെ കൈ കഴിക്കാൻ കൊടുത്തു. പിന്നെ നെക്സ്റ്റ് വന്ന് അമ്മയ്ക്കാണ് കേട്ടോ. അമ്മയ്ക്ക് തേങ്ങ ചട്നി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അമ്മയ്ക്കും കഴിക്കാൻ കൊടുത്ത് എന്നിട്ട് പിന്നെ അങ്ങനെ പാത്രമൊക്കെ അടച്ച് വെച്ച് ഞാൻ കുറച്ച് നേരം ചുമ്മാ എനിക്ക് കഴിക്കാനേ വയ്യ. പിന്നെ കുറേ ടൈം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനും കഴിക്കാൻ പോന്നി. പഴത്തിൻ്റെ തൊല്ലി അങ്ങ് ഒലിച്ച് വെച്ചായിരുന്നു കേട്ടോ. പെട്ടെന്ന് എടുക്കാമെന്ന് വെച്ച് അങ്ങനെ പഴത്തിൻ്റെ തൊല്ലിയെല്ലാം ഊരിയിട്ട് പിന്നെ അതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ തൂവിയിട്ട് കേട്ടോ. പിന്നെ തൂവിയിട്ട് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ. കാണുമ്പോൾ എനിക്കിങ്ങനെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടം കേട്ടോ.
വാവ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ തന്നെ കഴിച്ച് നോക്കിയിരുന്നു, ഒരു വായി കഴിച്ച് നോക്കിയിട്ട് അടിപൊളിയായിരുന്നു. എനിക്ക് അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടെങ്കിൽ അച്ഛൻ വന്നു കേട്ടോ. അപ്പം അച്ഛൻ വന്നപ്പോൾ കോഴിയാണ് വെക്കണം എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വലിയ മുട്ടകളൊന്നും അത്രയൊന്നും ഇല്ല കേട്ടോ, ഒരു 5 മുട്ട ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇങ്ങനെ കുറച്ച് അച്ഛനാട്ടോ ഈ മണ്ണെടുത്ത് തന്നെ. അപ്പോൾ ആ മണ്ണിന് മേലെ 5 മുട്ടയും ഒരു വറമുളകും ഇതൊക്കെ വെച്ച് ഈ കൂട്ടയിൽ കൊണ്ട് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് പരിപാടി ചോറ് വെക്കണം കേട്ടോ. കറി പിന്നെ ഇന്നലത്തെ ഉണ്ടായിരുന്നു, അപ്പം അതുകൊണ്ട് കറി വെക്കേണ്ട പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ചോറിന് അരിയൊക്കെ ഇട്ടു കേട്ടോ. സമയമായിട്ട് സമയം 12 മണിയൊക്കെ ആവാറായി. അപ്പോൾ പെട്ടെന്ന് വേഗം വെക്കുന്ന അരി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പയ്യെ വെക്കാമെന്ന് വെച്ചു. ആകെ എനിക്ക് വയ്യാത്തതുകൊണ്ട് എല്ലാം ലൈറ്റാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ ചീഞ്ചട്ടിയൊക്കെ വെച്ച് കടുക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് പരിപാടി എന്ന് പറയുക, ഒരു കിടിലൻ സാധനം വറുക്കാൻ പോവാണ് കേട്ടോ. മുളക് വറുക്കാൻ പോകണം, മോരുമുളക്. അച്ഛന് മോരുമുളക് എന്ന് വെച്ചാൽ അത്യാവശ്യം ഇഷ്ടമാണ്. ഞാനും കഴിക്കും, വല്ലപ്പോഴും കഴിക്കും, ഒന്നും ആരും അങ്ങനെ കഴിക്കത്തുള്ളൂ കേട്ടോ. പക്ഷേ അച്ഛന് മസ്റ്റായിട്ട് വേണം കേട്ടോ. അപ്പോൾ പിന്നെ മുളകെല്ലാം അങ്ങ് എടുത്ത് ഇതാ വറുത്തു കേട്ടോ. കുറച്ച് ലോങ് നിന്നാൽ വറുക്കുന്നു കേട്ടോ. എൻ്റെ കയ്യിലൊക്കെ പൊട്ടി തെറിക്കുന്നത് എനിക്ക് പേടിയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ വറുക്കുമ്പോൾ എനിക്ക് നല്ല പേടിയാണ്. അപ്പോൾ അങ്ങനെ മുളകെല്ലാം